എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് അവൽ ഉപ്പുമാവ്. ഈ സെയിം റെസിപ്പി തന്നെയാണ് നമ്മൾ ഓട്സ് ഉപ്പുമാവും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓട്സ് ഉപ്പുമാവിൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം റെസിപ്പി തന്നെയാണ് ചെയ്യുക. പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം കാണിക്കാം ഓട്സ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, അതുപോലെ തന്നെ ഈവൻ ലഞ്ചിന് കഴിക്കാം, ഒന്നില്ലെങ്കിൽ ഡിന്നറിന് കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ചൂടോട് കൂടി കഴിക്കുന്നതാണ് കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുക. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ വിഷു കഴിഞ്ഞതിന് ശേഷം 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ദാൽ ഫ്രൈ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഡ്ഡലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്, ട്രൈ ചെയ്യുക. അതിനുശേഷം എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് പോഹ ഉപ്പുമാവ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവൽ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അവൽ. അതായത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല എൻ്റെ ഗ്ലാസ്സിൽ 240 ml ഗ്ലാസ്സിൽ. അത് 250 ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു എമൗണ്ടിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവൽ പായസം ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അവൽ വാഷ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട അവലാണ്, അതായത് ബ്രൗൺ കളറുള്ള അവലാണ്. അതേസമയം നിങ്ങൾക്ക് വൈറ്റ് അവൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലുള്ള ഉപ്പുമാവൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മട്ട അവൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ട അവൽ കുറച്ചും കൂടി തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വാഷ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സോക്ക് ചെയ്യുമ്പോഴും നല്ല ആ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിരിക്കും. അതേസമയം വൈറ്റ് അവലാണെങ്കിൽ തന്നെ 2 ടൈപ്പ് വൈറ്റ് അവൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. വളരെ നൈസായിട്ടുള്ളതുണ്ട്, കുറച്ച് തിക്കായിട്ടുള്ളതുണ്ട്. അപ്പോൾ വളരെ നൈസായിട്ടുള്ളത് വെള്ളം തട്ടി കഴിഞ്ഞാൽ തന്നെ ആകെപ്പാടങ്ങ് കുഴഞ്ഞ് ഉണ്ട കെട്ടി ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബ്രൗൺ അവൽ വാങ്ങിക്കാൻ പറ്റണമെങ്കിൽ വാങ്ങിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് അവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് വെള്ളം മാത്രം ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുത്താൽ മാത്രം മതി. വൈറ്റ് അവൽ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ഈ ബ്രൗൺ അവൽ വാഷ് ചെയ്തു. അതിനുശേഷം ഈ നമ്മുടെ സ്ട്രെയിനറിൽ തന്നെ വെച്ചിരുന്നു. ഒരു 10 മിനിറ്റ് ഇതേപോലെ സ്ട്രെയിനറിൽ വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് വീർത്ത് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രൗൺ അവൽ കിട്ടുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് അവൽ എടുക്കുക, ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ച് വെക്കുക. നല്ല തിക്കായിട്ടുള്ള വൈറ്റ് അവലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ബ്ലൂം ആയിട്ട് വരും. ബ്ലൂം ചെയ്യാന്ന് പറയുക. പാത്രത്തിൽ കുതിർത്ത് വെക്കുന്നേക്കാളും നല്ല ഇതുപോലത്തെ ഒരു അരിപ്പയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി പോഹ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കാം, ബട്ടറിൽ ഉണ്ടാക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ സാധാരണ രീതിയിൽ ഉണ്ടാക്കാറില്ല. ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ ഇട്ടേക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ജീരകം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതായത് ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഉപ്പുമാവിൽ ക്യുമിൻ സീഡ്സ് ഇടാറില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും പലരും ക്യുമിൻ സീഡ്സ് ഇടാറുണ്ട്. അതുപോലെ തന്നെ ചുവന്ന മുളക് നമുക്ക് വേണമെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുക് നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉഴുന്നുപരിപ്പ് ഇടുമ്പോൾ ഒരു ക്രഞ്ചി ഫീലിംഗ് വരും, ടേസ്റ്റും സ്മെല്ലും ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എനിക്ക് ഇടാൻ പോകുന്നത് കുറച്ച് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. കപ്പലണ്ടി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. സാധാരണ പോഹ ഉപ്പുമാവിലൊക്കെ കപ്പലണ്ടി ഇടാറുണ്ട്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് കപ്പലണ്ടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില. കപ്പലണ്ടിയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് നല്ല നൈസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ പകുതി മതിയാകും. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്തുക. പച്ചമുളക് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 1 ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ളത്. അതേസമയം അധികം എരിവില്ലാന്നുണ്ടെങ്കിൽ 2 വരെ ആവാം. പിന്നെ ഞാനിതിൽ അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകിൽ ഒതുക്കുകയാണ്. ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കും. സാധാരണ രീതിയിൽ മുളക് പൊടി ചേർക്കാറില്ല. പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ സാധാരണ രീതിയിൽ ചേർക്കാറുള്ളൂ. ഇത് ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവാൻ പാടില്ല. നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി ഒന്ന് വാടിയാൽ മാത്രം മതിയാകും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണ് അതൊക്കെ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ള ഒരു പകുതി ക്യാരറ്റ്
ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അതിന് മുൻപായിട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് ക്യാരറ്റുമ്മലൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ചോട്ടെ. അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പകുതി പൊട്ടറ്റോ ജസ്റ്റ് ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം പൊട്ടറ്റോ കുക്കാവാൻ ഒരുപാട് സമയം പിടിക്കും. ഇതുപോലെ ചെറിയ പീസൊക്കെ അരിഞ്ഞ് ഇതിൽ തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പൊട്ടറ്റോ കഷ്ണങ്ങൾ ക്യാരറ്റിൻ്റെ കൂടെ ഇട്ട് വേവിക്കാം. പക്ഷേ സമയം ഒരുപാട് പോകുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം കേട്ടോ. നമ്മൾ ഉപ്പുമാവിലിടുന്ന വെജിറ്റബിൾസ് ഒക്കെ ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കടിക്കണം. അതേസമയം ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവണം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മതി. ചെറിയൊരു ക്രഞ്ചി എഫക്റ്റ് ഉണ്ടാവണം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടാൻ പാടില്ല. മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവിന് ആകെ മഞ്ഞളിൻ്റെ കുത്ത് വരും. അതുകൊണ്ട് പിന്നെ മാത്രമല്ല നമ്മളിത് വഴറ്റുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ഒരു അല്പം മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൽ. ഒരു അല്പം മാത്രം, ഒരു നുള്ളു മാത്രം, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുളക് പൊടി ഇടണ്ട. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ചിട്ടുണ്ട്. ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കിനും റെഡിയാകുന്ന ഒരു ഉപ്പുമാവാണ്. നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താ? നമ്മുടെ അവൽ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ഉപ്പ് നമ്മൾ നോക്കണം. ഉപ്പ് നമ്മൾ ആകെപ്പാടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് നമുക്ക് നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്യുക. ഞാനിതിലേക്ക് ഒരു അല്പം കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു അല്പം മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു വെള്ളമയം അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. ആ സമയം നിങ്ങൾക്ക് നോക്കി മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഓവറായിട്ട് അങ്ങ് കുഴയാൻ പാടില്ല ഈ ഉപ്പുമാവ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. എന്താ പറയുക, ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 2 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നോളും. അല്ല, ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അല്പം ഉപ്പ് കുറവുണ്ട്. അല്പം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യാതിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. എരിവൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനൊരു അല്പം ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു നുള്ളു മാത്രമാണ്. അതാണ് കൂടുതലിടാൻ പാടില്ല. അതും തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആ ഷുഗറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് അങ്ങോട്ട് എൻഹാൻസ് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ പൊട്ടറ്റോ മാത്രമാണ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം ലെമൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലെമൻ്റെ ജ്യൂസും നിർബന്ധമില്ല. പക്ഷേ ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ പുളി ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതൊരു പ്രത്യേകിച്ചൊരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യും. വളരെ കുറച്ച് മാത്രമാണ്, ഒരുപാടൊന്നും ഒഴിക്കാൻ പാടില്ല. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓഫ് ചെയ്തു. അവലിട്ടതിന് ശേഷം 2 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മതി. എല്ലായിടത്തേക്കും ആ ലെമൻ്റെ ജ്യൂസ് അങ്ങ് എത്തിക്കുക. ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പും ഒക്കെ കറക്റ്റാണെന്ന് നോക്കുക. എരിവൊക്കെ കറക്റ്റാണ് എനിക്ക്. ഞാൻ അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയുടെ ഇല അങ്ങ് വെതറി കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ പോഹ ഉപ്പുമാവ്. നിങ്ങൾ ഒരുപാട് ദിവസങ്ങളായി എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചട്നിയുടെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് റൈത്തയുടെ കൂടെയാണ്. ബിരിയാണി റൈത്തയുടെയും അതേപോലെ തന്നെ ലെമൺ ഡേറ്റ്സ് പിക്കിളിൻ്റെ കൂടെയാണ് എനിക്കിത് കഴിക്കാൻ ഇഷ്ടം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് തരം ചട്നി ഉപയോഗിക്കാം. അത് ഒന്നുമല്ലെങ്കിൽ ചിലർ സോസ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്, ചിലർ വെറുതെ കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നമ്മളിതിൽ അവൽ ചേർത്തതിന് ശേഷം ഇതിലുള്ള സവാളയും എല്ലാ മസാലകളൊക്കെ ആയിട്ട് അവൽ മിക്സായി ഉറപ്പ് വരുത്തുക. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മളിതിൽ കുക്ക് ചെയ്യാൻ മറക്കരുത്. അതല്ലെങ്കിൽ ഈ അവലിലേക്ക് ഒന്നും പിടിക്കില്ല. ഓക്കെ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള സെർവിങ്. ഇത് ഞാനിപ്പോൾ കുറച്ചൊരു അളവല്ലേ എടുത്തിട്ടുള്ളൂ. ഒരാൾക്ക് വേണമെങ്കിൽ കഴിക്കുകയാണെങ്കിൽ 2 പേർക്കും കഴിക്കാം. എൻ്റെ വീട്ടിലത്തെ അളവ് പറയുകയാണെങ്കിൽ എനിക്കും ജാനും വേണ്ടിയിട്ട് ഇത്ര അളവ് മതിയാവും. അതേസമയം നല്ലോണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ തികയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പൊട്ടറ്റോൻ്റെ അളവ് ഒരുപാട് കൂടാൻ പാടില്ല കേട്ടോ. പൊട്ടറ്റോ ആവശ്യത്തിന് വേണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോ ഒരു നിർബന്ധമില്ല. പൊട്ടറ്റോ ഇടാതെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലഞ്ച് ഇതാക്കാൻ പോവാണ്. ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് കുറച്ച് റൈത്തയും കുറച്ച് ലെമൺ ഡേറ്റ്സ് പിക്കിളും കൂടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഇടട്ടെ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇതാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട കോമ്പിനേഷൻ. നമ്മുടെ റൈത്ത, ലെമൺ ഡേറ്റ്സ് പിക്കിള്, പോഹ ഉപ്പുമാവ്.
അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന പീനട്ടും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പൊക്കെ ഒരു ക്രഞ്ചി എഫക്റ്റ് തരും. അതുപോലെ തന്നെ ഈ ക്യാരറ്റ് ഞാൻ പറഞ്ഞില്ല ഓവറായിട്ടും കുക്കായിട്ടില്ല. അതേസമയം ഞാൻ പൊട്ടറ്റോ അത്യാവശ്യം കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോഹയാണെങ്കിലും ഇങ്ങനെ വേറിട്ട് കിടക്കുന്നുണ്ട്, ഓവറായിട്ട് ഇങ്ങനെ മാഷ് ആയിട്ടില്ല. പിന്നെ ലെമൺ ജ്യൂസ് ലൈറ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വെജിറ്റബിൾ ബിരിയാണി കഴിക്കുന്ന ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ മടി പിടിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് എനിക്കെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ഉപ്പുമാവ്. അതേസമയം എൻ്റെ ഭർത്താവിന് വലിയ താല്പര്യമില്ല കേട്ടോ, ഉള്ളത് പറയണമല്ലോ. ഞാൻ കഴിച്ചു നോക്കട്ടെ. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പറഞ്ഞാൽ ശരിയാണെന്ന് പറയും. പക്ഷേ ഈ കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബിരിയാണി എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പുമാവിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ സാധാരണ ഉപ്പുമാവിൻ്റെ ടേസ്റ്റായിട്ട് നിങ്ങളതിന് കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം നാളികേരം ചെറിയത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ നാളികേരം ചെറിയതൊന്നും ഇടാറില്ല. ഈ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങളുടേതായ മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്തിക്കോളൂ. ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അന്ന് വീണ് ബ്ലഡൊക്കെ വന്നൊരു നൈറ്റ് ഓടി നമ്മള് ബ്ലഡൊക്കെ വന്നു, ഇഷ്ടംപോലെ ബ്ലഡ് വന്നു. അയ്യോ പേടിച്ചു പോയി അമ്മ. കരയുന്ന കുട്ടി ആത്തു, ആത്തുവിന്റെ പേര് ആത്തു. കരയുന്ന കുട്ടി ആത്തുവിന് ഇഷ്ടപ്പെട്ട കുട്ടി ആൾക്കാർ അയ്യോ ആത്തൂരെന്ന് പറഞ്ഞാൽ ഇത്ര വികൃതി ഉണ്ട് ഞങ്ങൾക്ക് അറിയില്ല. അതെ അച്ഛൻ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും.